തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂട്ടലുകൾ ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്ന കരമന ജയനാണ്. നമസ്കാരം. എല്ലാ കണക്കെടുപ്പുകളും കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മുന്നണികളും. BJP തിരുവനന്തപുരത്ത് ഒന്നിലേറെ മണ്ഡലങ്ങൾ, അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJP A കാറ്റഗറിയിൽപ്പെടുത്തി മത്സരരംഗത്ത് മത്സരിച്ച മണ്ഡലങ്ങളാണ്. എങ്ങനെയാണ് BJP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശേഷം തിരഞ്ഞെടുപ്പിന് ഒരു അവലോകനം നടത്തിയിരിക്കുന്നത്? എന്താണ് സംബന്ധിച്ച് പറയാൻ? ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഭരണം BJP നേടി. തിരുവനന്തപുരത്ത് നഗരത്തിലുള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് BJP ഭരിക്കാനാവശ്യമായിട്ടുള്ള കൗൺസിലർമാരെ ജയിപ്പിച്ചെടുത്തത്. അതുതന്നെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നഗരത്തിലുള്ള 4 നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 നിയോജക മണ്ഡലങ്ങളിലും താമരവിരിയും BJPയുടെ MLA-മാരുണ്ടാകും. ഇതാണ് BJPയുടെ വിലയിരുത്തലും BJPയുടെ ഉറപ്പും. ഈ വിലയിരുത്തലുകൾ അത്ര കണ്ട് BJPയെ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോഴാണ് ഓരോ മുന്നണികളും, അത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ തന്നെ BJPക്കെതിരെ ഒരു പ്രത്യേക രണ്ട് മുന്നണികളും മാറി മാറി പ്രത്യേക ആരോപണങ്ങളുമായി രംഗത്തേക്ക് എത്തുകയും പ്രചരണം കൊഴുപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഇപ്പോഴും അവർ BJPയെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ BJPയുടെ ആ ഒരു ജനപിന്തുണയെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അസഹിഷ്ണുതരാകുന്നുണ്ടോ? ഇപ്പോഴും അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഡീല് ആരോപണവുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു തലയ്ക്കും തലേന്നായിട്ട് അടുത്ത ദിവസങ്ങളിൽ LDF പണമൊഴുക്കുന്നു, മദ്യമൊഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേറൊരു ആരോപണവുമായി വന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJPയുടെ വിജയം ഉറപ്പിച്ചു എന്നുള്ളതാണ്. BJP ജയിക്കുമ്പോൾ അതിങ്ങനെയൊക്കെയാണ് ജയിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പറയാൻ അഡ്വാൻസ് ജാമ്യമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച മണ്ഡലങ്ങളിലൂടെ പോവുകയാണെങ്കിൽ നേമം, അത് നേരത്തെ BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. തുടർന്ന് ആ അക്കൗണ്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആ രംഗത്തേക്ക് വന്നുകൊണ്ട് ഒരു വെല്ലുവിളിയായി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം അത് അവിടെ തന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മന്ത്രി കൂടിയായിരുന്ന V. ശിവൻകുട്ടി 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തനിക്കുണ്ടാകും, അതും ഭൂരിപക്ഷത്തെ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. എത്രത്തോളമാണ് BJPയുടെ ആത്മവിശ്വാസം? ഒപ്പം തന്നെ എന്ത് ഭൂരിപക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? BJP 65,000-ൽ പരം വോട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേടും, വലിയ ഭൂരിപക്ഷത്തിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമനിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ടായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടും, NDA നേടും. വലിയ ഭൂരിപക്ഷത്തെ, വൻപിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അതോടൊപ്പം ശിവൻകുട്ടി പറയുന്ന ഈ വോട്ടൊന്നും എത്താൻ പോകുന്നില്ല. ഞാൻ ശിവൻകുട്ടിയെ വെല്ലുവിളിക്കുന്നു. ശിവൻകുട്ടിക്ക് 45,000-ന് പുറത്ത് വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് കഴിയും. അതിന് താഴെ പോകുള്ളൂ. അതിനപ്പുറം വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. ജനങ്ങൾ അത്രയ്ക്ക് വെറുത്തിട്ടുണ്ട് LDF ഭരണത്തിന്, 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ എല്ലാം. കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളിക്കെതിരെ മത്സര രംഗത്തേക്ക് V. മുരളീധരൻ എത്തുന്നു. V. മുരളീധരൻ അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ തന്നെ തുടങ്ങിയതാണ്. BJP എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തെ, അല്ലെങ്കിൽ ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തി? കഴക്കൂട്ടം നിയോജക മണ്ഡലം 2016-ലും 2021-ലും 2ാം സ്ഥാനത്ത് വന്ന് പരാജയപ്പെട്ട മണ്ഡലം. ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ V. മുരളീധരൻ അവിടെ ജയിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ടായത്. വലിയ അതിശയമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 14 കൗൺസിലർമാർ അവിടെ ജയിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ CPM ഇതൊന്നും കാണുന്നില്ല. അവർ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും വിലയിരുത്താതെ അവരെ പണ്ടത്തെ ഒരു പ്രതാപമാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നു. വട്ടിയൂർക്കാവാണ് അടുത്ത ഒരു മണ്ഡലം. വട്ടിയൂർക്കാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൗൺസിലറായി മത്സരിച്ച് വിജയിച്ച ശ്രീലേഖയെ തന്നെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നു. നേരത്തെ മുതൽ തന്നെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലേഖ കോർപ്പറേഷൻ മത്സരിച്ച സമയത്ത് ഒരുപാട് ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ശാസ്തമംഗലത്ത് ജയിക്കും എന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ. ഇവർ എന്ത് പറയുന്നു, ശ്രീലേഖ ഒരിക്കലും ജയിക്കില്ല, കോർപ്പറേഷൻ കൗൺസിലറായി എത്തില്ല പറഞ്ഞു. അന്ന് ജില്ലാ സെക്രട്ടറി ജോയ് തന്നെ പറഞ്ഞു, ഒരു പട്ടി ചത്ത് കിടന്നാൽ ശ്രീലേഖയ്ക്കൊന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ആ ശ്രീലേഖ ജനങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശാസ്തമംഗലത്തെ ജനങ്ങൾ ശ്രീലേഖയെ വൻപിച്ച ഭൂരിപക്ഷത്തെ ജയിപ്പിച്ചു അല്ലേ. 2020 കിട്ടിയ ഭൂരിപക്ഷത്തെക്കാളും കൂടുതലായിരുന്നു ശ്രീലേഖയുടെ ഭൂരിപക്ഷം. ജനങ്ങൾക്കറിയാം ശാസ്തമംഗലം വാർഡ് ഉൾപ്പെടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ആ മണ്ഡലത്തിൽ BJPയുടെ തിരുവനന്തപുരം നഗരത്തിലുണ്ടാകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലുണ്ടാകും. VK പ്രശാന്തിനെയും KM മുരളീധരനെയും തോൽപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ശ്രീലേഖ ജയിക്കും. തീരപ്രദേശം അടക്കം BJPക്ക് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയോജക മണ്ഡലത്തിൽ, ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഞാൻ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. അതുതന്നെയാണ് BJP ഒരു നിർണായക ശക്തിയായി സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു എന്ന മുന്നണി നേതാക്കൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, കണക്കുകൂട്ടലുകൾ, ആ രീതിയിൽ തന്നെയാണ് ആ മുന്നണികളുടെ കണക്കുകൂട്ടലുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു മികച്ച വിജയം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് കരമന ജയൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.